സീറോ മലബാർ സഭയുടെ തനിമയിൽ ആഗോള സഭയ്ക്കായി സന്യസ്തരെ വാർത്തെടുക്കുന്നതിൽ മാങ്ങാനം MOC നിസ്തുല സേവനം കാഴ്ചവെക്കുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. MOCയിൽ ആരംഭിക്കുന്ന പുതിയ ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഫെബ്രുവരി 15, 2025 നമ്മൾ നിൽക്കുന്നത് ഇവിടെ മാങ്ങാനം അടുത്തുള്ള വടവാതിന് അടുത്തുള്ള പൗരസ്ത്യ വിദ്യാനികേതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി, അതായത് സീറോ മലബാർ സഭയിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഏകമാത്ര സ്ഥാപനമാണ്. അവർ ദൈവശാസ്ത്ര പരിശീലനത്തിനായിട്ടുള്ളത്, അതായത് BTH ഡിഗ്രി സാധാരണ അച്ഛന്മാർ ചെയ്യുന്നത് പോലെ തന്നെയുള്ള പരിശീലനമാണ്. ദൈവശാസ്ത്രത്തിൽ ബിരുദം എടുക്കാൻ കോഴ്സാണ് ഇവിടെ നൽകപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഇന്നിപ്പം നമ്മൾ സാക്ഷികളായിരിക്കുന്നത് അവരുടെ 14ാമത്തെ ബാച്ച്, അതായത് 4 വർഷത്തെ പരിശീലനമാണ് ഈ ദൈവശാസ്ത്രത്തിൽ സിസ്റ്റേഴ്സ് നൽകപ്പെടുന്നത്. അതിൻ്റെ 14ാമത്തെ ബാച്ചിൻ്റെ കോൺവൊക്കേഷൻ സെറമണിയാണ്, അതായത് സർട്ടിഫിക്കറ്റ് വിതരണം, അവാർഡ് നൽകല്, അവരെ അനുമോദിക്കല് ഒക്കെയുള്ള ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. അത് ഈ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് റോമിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആയിട്ട് അതിന് എലിവേറ്റ് ചെയ്യപ്പെടുന്നു, ഉയർത്തപ്പെടുകയാണ്. ഉയർത്തപ്പെട്ട ദിവസങ്ങൾ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. സന്യാസിനികളുടെ തുടർ പരിശീലനത്തിനായി കോട്ടയം മാങ്ങാനത്ത് സ്ഥാപിതമായിട്ടുള്ള MOCയിൽ പുതിയ ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. 1972 മുതൽ 5 പതിറ്റാണ്ടുകളായി സന്യസ്തരുടെ തുടർ പരിശീലനത്തിൽ MOC നൽകുന്ന സംഭാവനകളെ പരിശുദ്ധ സിംഹാസനം വിലമതിക്കുന്നുവെന്നും സീറോ മലബാർ സഭയുടെ തനിമയിൽ ആഗോള സഭയ്ക്കായി സന്യസ്തരെ വാർത്തെടുക്കുന്നതിൽ നിസ്തുല സേവനമാണ് ഈ സ്ഥാപനം നൽകുന്നതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. This moment marks the fulfillment of a long cherished vision, a vision that seeks to strengthen theological formation, deepen spiritual roots, and empower women religious in the mission of service and evangelization. The MOC has a rich history rooted in the vision of the Sierra Malabar Church. Established in 1972 under the leadership of Archbishop Mar Matthew Kavukad. 1988 മുതൽ MOCയിൽ പ്രവർത്തിച്ചു വരുന്ന ദൈവശാസ്ത്ര ബിരുദ പഠനശാലയ്ക്ക് പുതിയ നാമവും നിയമാവലിയും പാഠ്യചക്രവും നിലവിൽ വരുന്നതായി ബന്ധപ്പെട്ട വത്തിക്കാൻ ഡിക്രികൾ സമ്മേളനത്തിൽ വായിച്ചു. ചടങ്ങിൽ 4 വർഷത്തെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയവർക്ക് ബിരുദം സമ്മാനിച്ചു. സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളിലേക്ക് വിശ്വാസ സത്യങ്ങൾ ലളിതമായ രീതിയിൽ എത്തിക്കുന്നതിന് ഇത്തരം പഠനശാലകൾ അനിവാര്യമാണെന്ന് മാർ തറയിൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു സഭാത്മക ബോധത്തിന്റെ പ്രകാശനമാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം. വളരെ പ്രശസ്തമായ SB കോളേജും അസംഷൻ കോളേജും ഒക്കെ വളർത്തിയെടുക്കുന്നതോടൊപ്പം സഭാവിജ്ഞാനീയപരമായ സ്ഥാപനങ്ങൾ കൂടി വളർത്തിയെടുക്കാൻ അഭിവന്യ പിതാക്കന്മാരെന്നും വലിയ ശ്രദ്ധ കാണിച്ചു. നല്ല ദൈവശാസ്ത്രം പഠിച്ച, അത് ധ്യാനിക്കുന്ന, അത് സാധാരണ ജനത്തിന് അതിൻ്റെ ആഴത്തോടു കൂടി പങ്കുവെച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യക്തികൾ വേണം. നമ്മൾ ഒരു കാലത്ത് ഈ സെക്കുലർ വിദ്യാഭ്യാസത്തോട് ഉപമിച്ച് നമ്മൾ ഇതിനെ ഒന്ന് വളർത്തിയെടുത്തു. ഡിഗ്രി, ഡിപ്ലോമ, ഡോക്ടറേറ്റ്, PhD, ഇത് ബഹളം. പക്ഷേ ആഫ്റ്റർ ഓൾ ഇതുകൊണ്ട് വിശ്വാസം വളർന്നു. അതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. നമ്മുടെ ദ ഡേയ്സ് ഫാസ്റ്റ് സ്പെൻഡ് എന്ന് പറയുന്ന എന്ന പുസ്തകത്തില് കാർഡിനൽ സാറ ഇതിനെ കുറിച്ചെല്ലാം പരാമർശിച്ചെഴുതുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വിശ്വാസം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. നമുക്ക് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, പീഠങ്ങളുണ്ട്, ദൈവശാസ്ത്ര പീഠങ്ങളുണ്ട്, ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അവിടെ അടിസ്ഥാന വിശ്വാസമുള്ള വ്യക്തികളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ വിശ്വാസത്തിന് ആഴപ്പെടാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവശാസ്ത്രം. വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠം പ്രസിഡന്റ് റവറൽ ഡോക്ടർ പോളി മണിയാട്, തിരുഹൃദയ സന്യാസിനി സമൂഹം അധ്യക്ഷ സിസ്റ്റർ ഉഷ മരിയ SH തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷെക്കിന ന്യൂസ്, കോട്ടയം.